ദൈവം ഉണ്ടോ? ഭാഷാപരമായ ഒരു അന്വേഷണം എന്നൊരു കാര്യമാണ്, ഒരു വിഷയമാണ് നമ്മളെന്ന് പറയുന്നത്. ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭാഷാപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ബൈ ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവം ഉണ്ട് എന്ന് പറയാൻ പറ്റും. അത് ദൈവം ഇല്ല എന്ന് പറയാനും അതും ശരിയാണ്. ഇപ്പോൾ പുരുഷവിധനായ ഏകദൈവം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അല്ല പറയുന്നത്, അല്ലെങ്കിൽ അമ്പലത്തിൽ ഇരിക്കുന്ന ദൈവമൊന്നും അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് അല്ല പറയുന്നത്. ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ഉണ്ട് എന്ന് ഭാഷയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും. അത് ദൈവമില്ലായ്മയും അങ്ങനെ തന്നെയാണ്. കാരണം ഭാഷയെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത് നിഷേധിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് നെഗറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ ഭാഷ മെയിനെടുത്ത് പഠിച്ചവർക്ക്. കാരണം എന്തിനും ഏതിനും ഇവിടെ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഒരു നാമപരത, അല്ലെങ്കിൽ എക്സ്പ്രഷൻ, അല്ലെങ്കിൽ പ്രയോഗം, അല്ലെങ്കിൽ തലക്കെട്ട് പരത, അല്ലെങ്കിൽ ടൈറ്റുലാരിറ്റി എന്ന് പറയുന്നതാണ് എന്തിനും ഏതിനും ഇവിടെ കൊടുക്കുന്നത്. എന്തും ഏതും പോകുന്നത് ആഡ്ജക്റ്റീവുകളിൽ കൂടിയും ആഡ്വർബുകളിൽ കൂടിയും അസേറ്റീവ് സെൻറ്റൻസുകളിൽ കൂടിയും കൺജങ്ഷൻസിലൂടെയും നൗൺസിലൂടെയും പ്രോനൗൺസിലൂടെയാണ് എല്ലാത്തിനും ഇവിടെ നമുക്ക് വേണ്ടി വരുന്നത്. ദൈവമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാരെങ്കിലും പറയും ഞങ്ങൾക്ക് തന്നെ തള്ളിക്കളയാൻ പറ്റത്തില്ല, ഡിസ്കാർഡ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താ? എല്ലാത്തിനും നമുക്ക് ഇവിടെ വെർബുകൾ, ഈ പറഞ്ഞ പോലെ ആഡ് വെർബുകളും എല്ലാമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ തള്ളിക്കളയാൻ പറ്റത്തില്ല. ഞാൻ തന്നെ പലപ്പോഴും നാമപരതയെ വല്ലാതെ എതിർക്കുന്ന ഒരാളാണ്. വല്ലാതെ ഈ നോമിനാലിറ്റിയുടെ ഈ ശക്തമായിട്ടുള്ള ചൂഷണം ചെയ്യൽ, അതിനെയൊക്കെ ഞാൻ വല്ലാതെ എതിർക്കുന്ന ആളാണെങ്കിലും എനിക്ക് പോലും പലപ്പോഴും ഈ നാമപരതയെ കൂട്ടുപിടിക്കേണ്ടി വരുന്നു. മനസ്സിലായി? ദൈവം ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൾക്കാർ പറയുന്നത്, അല്ലെങ്കിൽ തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ എന്തോ പ്രത്യേകമായ സവിശേഷമായിട്ടുള്ള ഒരവസ്ഥയിൽ ഒരാൾ ഒരു ദൈവം എന്ന് പറയുന്ന ഒരു വാക്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വാക്ക് പറയുകയാണ്, അല്ലെങ്കിൽ വാക്ക് എഴുതുകയാണ്, വാക്ക് ഉപയോഗിക്കുകയാണ്, യൂസ് ചെയ്യുകയാണ്, ടെൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുകയാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് ദൈവമില്ലായ്മ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അവസ്ഥയിൽ, ഒരു വിശദീകരിക്കാനാവാത്ത അവസ്ഥയില്ല, വിസ്മയകരമായ അവസ്ഥയിൽ, ഹെൽപ്ലെസ്നെസ്സിൻ്റെ ഒക്കെ ഒരവസ്ഥയില്ല. വാക്കുകൾക്കധികമായി വേർഡ്സ് ആർ ടു വീക്ക് ടു കമ്മ്യൂണിക്കേറ്റ് എനിത്തിങ് എന്നാണല്ലോ പറയാറുള്ളത്. വാക്കുകൾക്കതീതമായിട്ടുള്ള, ബിയോണ്ട് ഡിസ്ക്രിപ്ഷനായിട്ടുള്ള, ബിയോണ്ട് വേർഡ്സ് ആയിട്ടുള്ള അവസ്ഥകളിലാണ് ദൈവം എന്ന് പറയുന്ന ഒരു പ്രയോഗം നമ്മൾ പറയേണ്ടി വരുന്നു. ഒരു എക്സ്പ്രഷൻ, അല്ലെങ്കിൽ ഒരു വേർഡ്, അല്ലെങ്കിൽ ഒരു നെയിം നമുക്ക് കൊടുക്കേണ്ടി വരുന്നു, ആട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ പറയേണ്ടി വരുന്നു, ആരോപിക്കേണ്ടി വരുന്നു. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്ന് പറയാം. ഇപ്പോൾ ഒരാൾ പ്രേതത്തെ കണ്ടെന്ന് പറയുന്നു. സത്യത്തിൽ ആ പ്രേതത്തെ കണ്ടെന്ന് പറയുന്നത് അയാൾ പ്രേതത്തെ കണ്ടാണോ? അല്ല. അല്ലെങ്കിൽ അയാൾ പ്രേതത്തെ കണ്ടു എന്ന് തന്നെ കൂട്ടിക്കും. അയാളുടെ ബോഡി ലാംഗ്വേജ് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? അയാൾക്കത് കൂടുതൽ പറയാൻ പറ്റുന്നില്ല, പക്ഷേ അയാൾ അനുഭവിച്ചാണ്. അയാളുടെ ബോഡി ലാംഗ്വേജും സ്വരവും സംസാരവും എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എന്തോ ഒരു ഡിഫറൻ്റ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, അല്ലേ? അപ്പോൾ അതിന് അയാളൊരു പേര് കൊടുക്കുന്നതാണ്, പ്രേതം എന്നൊരു പേര് കൊടുക്കുന്നതാണ്. നമുക്കതിനെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി? ഇത് തന്നെയാണ് നിരീശ്വരവാദം എന്ന് പറയുന്നത്. ദൈവമില്ലായ്മയ്ക്കും അവരുടെ ചിന്തകൾ, അനുഭവങ്ങൾ, തോന്നലുകൾ, പഠനങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു കാര്യത്തിന് അവർ ദൈവമില്ലായ്മ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ കൊടുക്കുന്നു. നമുക്കെങ്ങനെ എതിർക്കാൻ പറ്റും? ഒരു പേര് കൊടുക്കട്ടെ. എല്ലാത്തിനും ഇവിടെ നമ്മൾ വാക്കുകളെയാണ് കൂട്ടുപിടിക്കുന്നത്, അല്ലേ? നമ്മളുടെ എന്ത് അബ്സ്ട്രാക്റ്റ് ക്വാളിറ്റീസ് ഉണ്ടായാലും, എന്തുണ്ടായെന്ന് പറഞ്ഞാലും ശരി തന്നെ നമ്മൾ വാക്കുകളാണ് കൂട്ടുപിടിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞ്, നമ്മൾ പണ്ട് നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു കെമിസ്ട്രി അധ്യാപകനെ നമ്മൾ ടൗണിൽ വെച്ച് കാണുന്നു, അല്ല? നമ്മൾ കരുനാഗപ്പള്ളി ടൗണിൽ വെച്ച് കാണുന്ന കൂട്ടിക്കും, അല്ലെങ്കിൽ ഓച്ചിറ മിനി ടൗണിൽ വെച്ച് കാണുന്ന കൂട്ടിക്കും. നമ്മൾ 20 വർഷം അല്ല 25 വർഷത്തിന് മുമ്പായിരിക്കും നമ്മളെ പഠിപ്പിച്ച അധ്യാപകനാണ്. നമ്മൾ അദ്ദേഹത്തെ 25 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച ചങ്ങംകുളങ്ങരയിൽ നിന്ന് വരുന്ന, കെമിസ്ട്രി പഠിപ്പിച്ച, ഇന്ന സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകനെന്നല്ല പറയുന്നത്. നമ്മൾ സാർ എന്നാണ് വിളിക്കുന്നത്, അല്ലേ? സാറെന്ന് വിളിച്ചുകൊണ്ടാണ് നമ്മൾ വളരെ വിനയത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നത്, അതായത് അപ്രോച്ച് ചെയ്യുന്നത്, ഇൻറ്റിമേറ്റ് ചെയ്യുന്നത്, അല്ലേ? അത് നമ്മൾ സാറെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇത്രയും കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്.
അല്ലേ? നമ്മൾ ഇത്രയും 25 വർഷങ്ങൾ മുമ്പ് കെമിസ്ട്രി പഠിപ്പിച്ച് ഇന്ന സ്കൂളിൽ പഠിപ്പിച്ച് എന്നൊക്കെ പറയുന്ന അത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ സാർ എന്നങ്ങ് പറയുവാണ്, എന്ന് വിളിക്കുകയാണ് നമ്മൾ. അല്ലേ? ഇപ്പോൾ സാറെന്ന് പറയുന്നത് ബഹുമാനം എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്റ്റ് ക്വാളിറ്റി അവിടെ ഉണ്ട്, അബ്സ്ട്രാക്റ്റ് നൗൺ ഉണ്ട് അവിടെ. അബ്സ്ട്രാക്റ്റ് ക്വാളിറ്റിയുടെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് നൗൺസിൻ്റെ പ്രത്യേകത എന്താണ്? അത് ടാഞ്ചിബിൾ അല്ല, ടച്ചബിൾ അല്ല, നമുക്ക് ഫീൽ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, അനുഭവിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അളക്കാനാവത്താണ്, ഇമ്മഷറബിളാണ്. വി കോൺ മെഷർ ഇറ്റ്. അത് നമുക്ക് അളക്കാൻ കഴിയില്ല. നമുക്ക് പറയാൻ പറ്റുമോ എൻ്റെ മനസ്സിൽ 5 കിലോമീറ്റർ നീളമുള്ള ബഹുമാനം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. 2 കിലോഗ്രാം വെയിറ്റുള്ള ബഹുമാനം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. 2 കിലോഗ്രാം സ്നേഹം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. 5 കിലോ വാത്സല്യം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മൾ അതിന് പകരം സാർ എന്ന് പറയുന്ന ഒരു പേരം കൊടുക്കുന്നു, ഇല്ലേ? ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സാറെന്ന് ഒരു പേരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ വിസ്മയകരമായ അനുഭവങ്ങളിൽ ഒരു നിർവൃതി ഉണ്ടാകുന്ന അവസ്ഥകളിലൊക്കെ നമ്മൾ ദൈവം എന്നൊരു വാക്ക് കൊടുക്കുകയാണ്, അല്ലേ? അല്ലെങ്കിൽ എന്താണ് വിശദീകരിക്കാനാവാത്ത എന്താണ് നിർവൃതി അടയുന്ന അവസ്ഥയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒന്നിനും വരെ ഒരു പേരങ്ങ് കൊടുക്കുന്നു, അല്ലേ? ഇപ്പോൾ തന്നെ നമ്മൾ വേറൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു 3 വയസ്സുള്ളൊരു കുഞ്ഞിനെ നമ്മളെന്താ, അല്ല 2 വയസ്സുള്ളൊരു കുഞ്ഞിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? കുഞ്ഞേന്ന് വിളിക്കും, മോനേന്ന് വിളിക്കും, മോളേന്ന് വിളിക്കും, അല്ലേ? അല്ലെങ്കിൽ എന്താ കുക്കുവെന്ന് വിളിക്കും, ചിക്കുവെന്ന് വിളിക്കും, പൈതലെന്ന് വിളിക്കും, അല്ലേ? അങ്ങനെയൊക്കെയല്ലേ നമ്മൾ വിളിക്കുന്നത്. അപ്പം കൊച്ചേന്ന് വിളിക്കും, അല്ലേ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്, കുഞ്ഞെന്നൊക്കെയാണ് വിളിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ പിന്നെ 3 വയസ്സുള്ള കുഞ്ഞിക്കാലുകളുള്ള, കുഞ്ഞിക്കൈകളുള്ള, കുഞ്ഞു വിരലുകളുള്ള അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ നമ്മൾ പറയാറില്ല. നേരെ മറിച്ച് ഓൺ ദ കോൺട്രറി നമ്മളെന്താ പറയുന്നത്? കുഞ്ഞേന്നങ്ങ് വിളിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ 3 വയസ്സ് അല്ല 2 വയസ്സുള്ള ആ കുഞ്ഞിനോ എന്തുണ്ട്? ഓമനത്വമുണ്ട്. ഓമനത്വം ഉണ്ടാകുമ്പോൾ അതിനെന്തുണ്ട്? അതിനോട് നമുക്കൊരു വാത്സല്യം തോന്നും. വാത്സല്യം എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റാണ്, അല്ലേ? ആ അബ്സ്ട്രാക്റ്റായിട്ടുള്ള കാര്യം അവിടെ നിൽക്കുമ്പോൾ അത് നമുക്ക് അളക്കാൻ പറ്റാത്തതാണ് വാത്സല്യം എന്ന് പറയുന്നത്. നമുക്ക് നേരത്തെ പറയാമല്ലോ 2 കിലോഗ്രാം വാത്സല്യം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ 7 കിലോമീറ്റർ നീളമുള്ള വാത്സല്യം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതിന് പകരം നമ്മൾ കുഞ്ഞ് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു നെയിം നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെയാണ് ഇത്. ദൈവം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു വിസ്മയകരമായ വിശദീകരിക്കാനാവാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ പേര് ആട്രിബ്യൂട്ട് ചെയ്യുകയാണ്. നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. പിന്നെ അനുഭവങ്ങൾ ആളുകൾക്കുണ്ട്, അത് വേറൊരു കാര്യം. പിന്നെ അതിൻ്റെ അന്യായമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അറിയാം, ഈ ദുർവിന്യയമായിട്ടുള്ള ആഗ്നോയിസം അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. അതൊക്കെ വേറെ ഘടകങ്ങളാണ്. ആളുകളുടെ അനുഭവങ്ങൾ അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ കുറേ പറയേണ്ടി വരും. അതിനെപ്പറ്റി ഒന്നും ചർച്ച ചെയ്യുന്നില്ല. അതിനകത്തൊക്കെ നടക്കുന്ന ഈ എക്സ്പ്ലോയിറ്റേഷൻ വേറെ, അത് വേറെ കാര്യമാണ്. പക്ഷേ ഈ ഇങ്ങനൊരു കാര്യം കൂടെ ഉണ്ട് ഇവിടെ. പറഞ്ഞ മനസ്സിലായി? നമ്മളൊരു പ്രത്യേക അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, തോന്നലിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചില പേരുകൾ കൊടുക്കുമ്പോൾ നമ്മളതിനെ ബ്ലെയിം ചെയ്യാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ ഒരു അനുഭവമാണതെന്ന് പറയുന്നത്, അല്ലേ? ഇപ്പം മോഡേൺ സയൻസ് തന്നെ എന്താണ് പറയുന്നത്? മോഡേൺ സയൻസ് തന്നെ പറയുന്നത് ഈ എല്ലാം സത്യത്തിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. നേരത്തെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് മെറ്റീരിയൽ ആണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. ഇപ്പം പറയുന്നത് എല്ലാം സത്യത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നത്, അല്ലേ? അതായത് പിന്നെ ട്രൂത്ത് ഈസ് റിലേറ്റഡ് വിത്ത് സയൻസ് എന്നാണ് ഇപ്പം പറയുന്നത്, അല്ലെങ്കിൽ സയൻസ് ഈസ് റിലേറ്റഡ് വിത്ത് ട്രൂത്ത് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുവാ? സയൻസ് ഈസ് റിലേറ്റഡ് വിത്ത് മെറ്റീരിയൽ എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മെറ്റീരിയലൈസ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ കോൺക്രീറ്റൈസ് ചെയ്യപ്പെടാം. മെറ്റീരിയൽ റിയാലിറ്റി അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു മെറ്റീരിയൽ റിയാലിറ്റി അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് റിയാലിറ്റി അഡോപ്റ്റ് ചെയ്യപ്പെടാം. അതിനാണ് നമ്മൾ ഈ ജന്മാന്തര ബന്ധം എന്നൊക്കെ പറയുന്നത്. ജന്മങ്ങളെടുക്കുക, പിന്നെ എന്താണ് പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് അത് വേറൊരു തലമാണ്, ആത്മീയതയുടെ വേറൊരു തലമാണ്. പിന്നെ നമ്മളിപ്പോൾ നടക്കുന്ന ആഗ്രഹം കുറച്ച് കഴിയുമ്പോൾ നടക്കുക, നമ്മൾ ആഗ്രഹിക്കുന്ന നടക്കുക. ആഗ്രഹം എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റ് ആണല്ലോ. ചിലപ്പോൾ ഈ ജന്മത്തിൽ നടക്കും, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നടക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും തെറ്റുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കാം, അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പം ഈ ദൈവം എന്ന് പറയുന്ന ഒരു കാര്യം, ഇതെന്ന് പറയുന്നത് വളരെ ആളുകൾക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അതിനെ ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി.
പിന്നെ ഇതിനകത്ത് വരുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒത്തിരിയും പേർക്ക് ഇതിനകത്ത് കള്ളത്തരങ്ങൾ പറയുന്നവരുണ്ട്. മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് കള്ളത്തരങ്ങൾ പറയുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ്, ഓരോരുത്തരുടെ രീതികളാണ്, ശൈലികളാണ്. അപ്പോൾ ഈ ദൈവത്തെപ്പറ്റി ഉള്ള എൻ്റെ ഒരു തോന്നലെന്ന് പറയുന്നത് ഇതാണ്. ആളുകൾക്ക് അനുഭവങ്ങളുണ്ട്. അത് കുറേ പേര് മുതലെടുക്കാൻ വേണ്ടി നടക്കുന്നവരുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എന്തായാലും ശരി തന്നെ, ദൈവം എന്ന് പറയുന്നത് ഒരു ഭാഷാപരമായി നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട്. ബൈ ലാംഗ്വേജ് എന്നുള്ള ഒരു രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട്. പിന്നെ കുറേ ആൾക്കാർ, പുരോഹിതന്മാരും, അത് വിവിധ മതങ്ങളിൽപ്പെട്ട പുരോഹിതന്മാരും ഒക്കെ ഇതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇത് എന്താ യൂട്ടിലൈസ് ചെയ്യുന്നതല്ല, ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ഒത്തിരിയും പാവത്തങ്ങളുടെ അറിവില്ലായ്മയെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനൊരു ഘടകങ്ങളുണ്ട്. അതെല്ലാ മതവും ഉണ്ട്. അത് നിരീശ്വരവാദ മതമായാലും ഈശ്വരവിശ്വാസത്തിന് അടിസ്ഥാനമായിട്ടുള്ള മതമായാലും ഏത് മതമായാലും ഇതിനൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് കുറേയൊക്കെ. അത് ഒരു മതത്തിൽ തന്നെ ഈ നിരീശ്വരവാദ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പലതരത്തിലുള്ള ചിന്താധാരകളുണ്ട്. ഈശ്വരവിശ്വാസത്തിൽ തന്നെ പലതരത്തിലുള്ള ചിന്താധാരകളുണ്ട്. അതിൻ്റെയൊക്കെ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാലും അതൊക്കെ തന്നെ കുറേയൊക്കെ പാവത്തങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാനും സോഷ്യൽ മീഡിയ പൈസ ഉണ്ടാക്കാനും ഒക്കെ ആൾക്കാരെ ഇത് പലരും ആളാകാൻ വേണ്ടിയും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇതിന് ഒത്തിരി അറിവുള്ളവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ഇപ്പം നമ്മൾ ഒത്തിരി നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുന്ന, ദുഃഖങ്ങളുണ്ടാകുന്ന, ദുരിതങ്ങളുണ്ടെന്ന് പറയുമെങ്കിൽ അതൊക്കെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അതിനർത്ഥം ദൈവം ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലേ? ഇപ്പം നമ്മുടെ കണ്ണുകളിരിക്കുന്ന ഇവിടെ, കണ്ണുകളിരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുന്നത്, അല്ല കാലിലിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് തന്നെ ഒരു സംവിധാനിച്ച ഒരു കാര്യം ഇവിടെ ഉണ്ടോ എന്നുള്ളതല്ലയോ? അല്ലെങ്കിൽ നമുക്കൊന്നിനെപ്പറ്റി ഒന്നും അറിയത്തില്ല എന്ന് പറയാം. നമുക്കൊന്നിനെപ്പറ്റി ഒന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ എല്ലാം അറിയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ കാണുമായിരിക്കുമല്ലോ, അല്ലേ? നമുക്കിപ്പം നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലത്തെ പറ്റി പോലും നമുക്കൊന്നും അറിയത്തില്ല. കാരണം നമ്മൾ ഒരു ചെറുപ്പത്തിലോട്ടുള്ള ബോധത്തിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിലാണ് ആ സ്ഥലം കയറി വന്നേക്കുന്നത്. ഇന്ന സ്ഥലമാണ് എൻ്റെ സ്ഥലം, അല്ലെങ്കിൽ എൻ്റെ പേര് ഇതാണ്. പക്ഷെ അതിനെപ്പറ്റി അങ്ങേറ്റം യാതൊരു ഉറപ്പും നമുക്കില്ല, അല്ലേ? അപ്പം ഈ മോഡേൺ സയൻസ് തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സയൻസ് ഈസ് റിലേറ്റഡ് വിത്ത് ട്രൂത്ത് എന്നാണ് ഇപ്പം പറയുന്നത്. കാരണം ഇപ്പം ബോധ്യം മതി, അല്ലാതെ തികഞ്ഞൊരു പ്രൂഫ് വേണം എന്ന് നിർബന്ധമില്ല. സയൻസിന് പോലും ഇപ്പോൾ അങ്ങനെയാണ്. നമ്മുടെ മനസ്സാക്ഷിയെ വഞ്ചിക്കാതിരുന്നാൽ മാത്രം മതി, തോന്നിയാൽ മതി, തെളിവ് നിർബന്ധമല്ല. ഒരു പ്രൂവൻ എവിഡൻസ് വേണമെന്ന് നിർബന്ധമില്ല. എവിഡൻസ് എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ അവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ രോഗങ്ങളെ പറ്റി തന്നെ പറയുമ്പോൾ പ്ലോസിബോ ഇല്ലേ? പ്ലോസിബോ എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ. ഇപ്പം ഓരോരുത്തർക്കാണെങ്കിൽ ഒരു പെട്ടെന്ന് വയ്യാതെ വരുന്നു, അവരവിടുന്ന് ആശുപത്രിയിൽ പോലും പോകണ്ട, വേറെ ഇടത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ അസുഖം മാറുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അസുഖങ്ങൾ മാറുന്നു, അല്ലേ? അപ്പോൾ ഈ അന്യായമായ കാര്യത്തിൽ എന്താണ് ഈ ഒരു കണക്ഷൻ എന്നുള്ളത് നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ടുകൾ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെ അസുഖങ്ങൾ മാറുന്നു. പെട്ടെന്ന് വല്ലാതെ വരുന്ന ഒരാളായിരിക്കും, പെട്ടെന്ന് പലതരത്തിലുള്ള അസുഖങ്ങൾ പിടിക്കുന്ന ഒരാളായിരിക്കും. പക്ഷേ അയാൾ ഒരു സ്ഥലത്തു നിന്ന് മാറുമ്പോഴത്തേക്ക്, ചിലപ്പോൾ അമ്പലങ്ങളിൽ പോയി കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് അയാളുടെ അസുഖം മാറുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ? നമുക്കറിയത്തില്ല. ഇതിൻ്റെ പറയാനുള്ള ഒരു അജ്ഞാതമായിട്ടുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ കണക്ഷൻ എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. എന്ത് ശക്തിയുടെ ഒരു ഗെയിമാണ് നടക്കുന്നുള്ളത്, എന്ത് ഗെയിമാണ് ഇവിടെ കെട്ടഴിയുന്നുള്ളത് നമുക്കറിയത്തില്ല, അല്ലേ? കാരണം അത്രയും വലിയൊരു അറിവില്ലായ്മ നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പം ദൈവം എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല, അല്ല? ചിലപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ ഓരോരുത്തരുടെ അസുഖം മാറുന്നു, അല്ലേ? അപ്പോൾ ഇതെല്ലാം ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡോക്ടേഴ്സ് പോലും തന്നെ പറയുന്ന ഈ രംഗത്തൊക്കെ ഉള്ള എത്രയോ എക്സ്പ്ലോയിറ്റേഷനെ പറ്റിയാണ് പറയുന്നത്, അല്ലേ? അപ്പം അത് പോലും കാണിക്കുന്നത് പല ഡോക്ടേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയും, ഈ വലിയ അലോപ്പതിയൊക്കെ പഠിച്ച ഡോക്ടേഴ്സ് പോലും നാച്ചുറോപ്പതിയിൽ അഭയം പ്രാപിക്കുന്നത്, അലോപ്പതി രംഗത്ത് നിൽക്കുന്നവർ പോലും. അവർ ചെയ്യുന്നത് എല്ലാം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, അവിടെ എല്ലാം നടക്കുന്നത് എക്സ്പ്ലോയിറ്റേഷൻ ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും അവിടെയൊക്കെ നടക്കുന്ന പല കാര്യങ്ങളും അവർ തമ്മിൽ പോലും തർക്കങ്ങൾ, അല്ലേ? അപ്പം ഈ ആക്ച്വലി സയൻസ് ഈസ് റിലേറ്റഡ് വിത്ത് ട്രൂത്ത്. ഇതാണ് ഒരു സത്യം എന്ന് പറയുന്നത്. അല്ലാതെ മെറ്റീരിയൽ അല്ല, നമ്മളെ പഠിപ്പിച്ച് തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന ഒരു ശാസ്ത്രമല്ല, അല്ലെങ്കിൽ ഈ സ്യൂഡോ സയൻസ് അല്ല, അല്ലെങ്കിൽ ഫേക്ക് സയൻസ് അല്ല. ഇപ്പോൾ ഒരാൾ മണ്ണെണ്ണ എന്തെങ്കിലും ഒരു അഗ്നി ഉണ്ടാക്കുന്നു, വേറൊരാൾ വേറൊരു രീതിയിൽ അഗ്നി ഉണ്ടാക്കുന്നു, വേറൊരാൾ വന്നിട്ട് ഒരു സ്പിരിച്വൽ രീതിയിൽ അഗ്നി ഉണ്ടാക്കുന്നു.
അല്ല, അപ്പോൾ അത് അഗ്നി ഉണ്ടാക്കുന്ന പറയുമ്പം ഒരാൾ പറയും, ഞാൻ ഒരു ഭൗതികശാസ്ത്രജ്ഞൻ, ഒരു ഫിസിസിസ്റ്റ് വന്നിട്ട് പറയുവാണ് ഭൗതികശാസ്ത്രത്തിൻ്റെ രീതിയിൽ മാത്രമേ അഗ്നി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കെമിസ്റ്റ്, ഒരു രസതന്ത്രജ്ഞൻ പറയുവാണ് അത് പറ്റത്തില്ല, ഒരു രസതന്ത്രത്തിൻ്റെ രീതിയിൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കും. ഇത് കണ്ടിട്ട് വേറൊരു സന്യാസി വന്നിട്ട് പിന്നെ ഒരു ആത്മീയ മാർഗത്തിൽ കൂടി അഗ്നി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ മാത്രമേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഇരിക്കും. അതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അപ്പോൾ പണ്ടില്ല ആന, ഇല്ല കുരുടൻ ആനയെ കണ്ടതുപോലെയാണ്. ഇതെല്ലാം നമ്മുടെ പ്രകൃതിയിലുള്ളതാണ്. ഈ ആത്മീയതയായാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും ഈ പിന്നെ ഈ എന്താണ് പറയുന്നത്, ഭാഷകളായാലും ലിറ്ററേച്ചറായാലും ഇതെല്ലാം തന്നെ നമ്മുടെ പ്രകൃതിയിലുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ഇൻ്റർ റിലേറ്റഡ് ആണ് ഒരു രീതിയിൽ പറഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് ഇന്ന രീതിയിൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ മാത്രമേ ഉണ്ടാകാൻ പറ്റത്തുള്ളൂ എന്ന് പലപ്പോഴും ശഠിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ അറിവിന് പരിധികളുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഴിയുന്നതും ബാക്കിയുള്ളവരെ റെഡിക്കുൾ ചെയ്യാൻ പോകാതിരിക്കുക. നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ മുറുകെ പിടിക്കാം, പക്ഷേ കഴിയുന്നതും മനസാക്ഷിയെ വഞ്ചിക്കാതിരിക്കുക. പിന്നെ നമുക്ക് പോരായ്മകളുണ്ടാകും. ഇറ്റ്സ് ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.